ഈ കാണുന്ന ആൾക്കാർ മൊത്തം എന്റെ ബഹളം കേട്ടിട്ട് ഓടി വന്നവരാണ്. അതായത് രാവിലെ തന്നെ ഞാൻ എണീറ്റ് വരുമ്പോ കണി കണ്ടത് ഒരു പാമ്പ് സാറിനെ ആയിരുന്നു. കണ്ട പാമ്പ് ഏതാന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കോ ഞാൻ ഇന്ന പാമ്പാന്ന് പറയാനുള്ള വിവരം അതിനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതേതാന്ന് അറിയാൻ വേണ്ടിയിട്ട് നാട്ടുകാർ മൊത്തം ഓടിക്കൂടി. പിന്നെ ബഹളായി, അതിനെ തെളിപ്പിക്കലായി. അവസാനം ഒരു ചോദ്യം, ഈ ചേരേനെ കണ്ടിട്ടാണോ നീ ഇത്രയും ബഹളം ഉണ്ടാക്കിയതെന്ന്. പേടിയില്ലാത്തവർ പറയുമ്പോൾ അതിന്റെ ചേരാന്നൊക്കെ പറയുമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പേപ്പറിനകത്ത് പാമ്പ് എഴുതി കാണിച്ചാൽ പോലും ആ പരിസരത്ത് എവിടെ നിൽക്കാത്ത ഞാനാണ്. ഇപ്പൊ ഈ ഒരു ക്ലീനിങ് പോലും പാമ്പിനെ പേടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പോർച്ച് ഇത്രയും വൃത്തികേടായി കിടക്കാൻ കാര്യം ഏട്ടൻ ഇവിടുന്ന് വണ്ടിയുടെ പണിയെടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ടിടും. നമ്മൾ വൃത്തിയാക്കുന്നതിനേക്കാളും വീണ്ടും വീണ്ടും വൃത്തികേടായിട്ട് തന്നെ ഇരിക്കും. ഇന്നാണെങ്കിൽ എല്ലാം കൂടെ ഞാനും അച്ഛനും കൂടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അല്ലേലും എന്നെ സംബന്ധിച്ച് വൃത്തികേടായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. അതേ ഒരു സന്തോഷാട്ടോ അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുക. ഇന്നാണെങ്കിൽ കുപ്പിവളകളും കമ്മലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കറുപ്പ് കുപ്പിവളയൊന്നും കടകളിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തത്. പൊട്ടുമെന്ന് പേടിച്ചാണ് ഓർഡർ ചെയ്തെങ്കിലും നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഈ ക്ലീനിങ്ങിനേക്കാളും അൺബോക്സിനേക്കാളും സന്തോഷം തരുന്ന വേറൊരു കാര്യമാണ് അടിപൊളി ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഇന്നാണെങ്കിൽ വിജയ് ജയിച്ചതിന് ഞാനും സച്ചിനേട്ടൻ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും വിജയ് മുഖ്യമന്ത്രി ആവുമെന്ന്. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. വിജയന് ഒരുപാട് ഇഷ്ടമുള്ള ഏട്ടൻ പോലും പറഞ്ഞത് ചരിത്രത്തിൽ ഇതുവരെ ആയിട്ട് ഒരാൾ വന്ന് പെട്ടെന്നൊരു പാർട്ടി രൂപീകരിച്ചിട്ട് മുഖ്യമന്ത്രി ആയിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വിജയ് ചരിത്രം കുറിക്കുമെന്ന്. അതേപോലെ തന്നെ സംഭവിച്ചു. അതിന്റെ പ്രതിഫലമായിട്ടാണ് ഈ കാണുന്ന ഫുഡ് മൊത്തം എനിക്ക് വാങ്ങി തന്നെ കേട്ടോ. ഇതും ഒറ്റയ്ക്ക് ഞാനല്ല കഴിച്ചത്, ഞങ്ങൾ രണ്ടാളും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ മാത്രമേ കോപ്പർ കിച്ചണിലൊക്കെ കയറി കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സമ്പാദിക്കുന്ന പൈസ മൊത്തം അവിടെ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. എന്താണെങ്കിലും ഫുഡിന്റെ ടേസ്റ്റിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോൾ ഇവിടെ കയറിയാലും ചെന്നൈ കല്യാണ ബിരിയാണി തന്നെ കേട്ടോ വാങ്ങാറുള്ളത്. അതെനിക്ക് അഡിക്റ്റ് ആയ ഒരു സംഭവമാണ്. ഏട്ടൻ പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ ആദ്യം സൂപ്പ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. മുന്നിൽ വാങ്ങി വെച്ചൊക്കെ എങ്ങനെയോ അകത്താക്കി പുറത്തിറങ്ങിയപ്പോഴാണെങ്കിലോ നല്ല വേനൽ മഴ ചോരാൻ വേണ്ടി കുറച്ചു നേരം കാത്തു നിന്നു. മഴ ചോരാതായപ്പോൾ സെക്യൂരിറ്റിനോട് കുടയൊക്കെ വാങ്ങി കാർ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പം അത്രയേ ഉള്ളൂ. ലിങ്കൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം.